ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ തീർന്ന് നമ്മൾ തിരിച്ച് കാനഡയിലേക്ക് പോവാണ്. രാവിലെ 8 മണിയായി. നമ്മളിപ്പോൾ 6:30 ആയപ്പോഴത്തേന് എയർപോർട്ട് വന്നു. നമ്മുടെ ഫ്ലൈറ്റ് 10 മണിക്കാണ്. അപ്പോൾ നമ്മുടെ ചെക്കിങ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിപ്പോൾ അപ്പോൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാം. സമയം പോയത് അറിഞ്ഞേ ഇല്ല. നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് സമയം പോയി. എന്താണ് ഭയങ്കര സന്തോഷം. നമ്മളെ എല്ലാവരെയും കാണാനൊക്കെ പറ്റി. നല്ലൊരു സമയമായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ആക്ട്രസ് മീര ജാസ്മിനെ കണ്ടു. പുള്ളിക്കാരിയായിട്ടൊക്കെ സംസാരിച്ചു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ദുബായ് ടു കാനഡ അത്രേ ഉള്ളൂ. ദുബായിൽ നമുക്ക് 12 മണിക്കൂർ ലേവർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാനുവിൻ്റെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമ്മൾ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ ആയിരിക്കും പോവുക. രാവിലെ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. വന്നപോലെ തന്നെ എംബ്രേസിലാണ് അവിടെ പോകുന്നത്. നമുക്ക് ഫ്രണ്ട് റോയാണ്, കാരണം ബാസിനേറ്റ് അട്രാക്ഷൻ ആയിട്ടാണ്. ഫ്രണ്ട് റോയിലാണ് നമുക്ക് സ്ഥാനം. ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്തായിരുന്നു. സെയിം ഫ്ലൈറ്റിലാണ്. ഓക്കെ, ഇപ്പം ഫുഡിന് ഇട്ടത് റൈസും പ്രോൺസും സാലഡ്, ഗുലാബ് ജാമുൻ, ബ്രെഡ്, ചോക്ലേറ്റ്, പിക്കിൾ, ബട്ടർ, പിന്നെ കാഷ്യൂ, ഡ്രൈ കാഷ്യൂ, ഇത്രയും സാധനങ്ങളാണ്. ഞാനൊരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു. ഹാനുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഹോസ്റ്റസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു. എല്ലാവരെയും കൈയും കാലും കാണിച്ചുകൊണ്ടിരിക്കാതെ കൈസ്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ പെട്ടെന്ന് വിടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ നടന്നു, നമുക്ക് കുറേ ബുദ്ധിമുട്ടി. ഫസ്റ്റ് ടൈം ദുബായ് എയർപോർട്ട് വന്നു. ഇപ്രാവശ്യം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം വന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നു. നമുക്ക് ടാക്സി കിട്ടി അതാണ് എക്സിറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമ്മൾ അധികം നടക്കേണ്ടി വന്നില്ല. അടിപൊളി. നാളെ രാവിലെ വേണം. എന്നാലും നമുക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് എംബ്രേസിൻ്റെ കൗണ്ടറിൽ ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പുറത്തിറങ്ങാം. മുത്താണോ നമ്മുടെ ബസ് വന്നു. ദുബായിലെ ടെമ്പറേച്ചർ ഇത് 39. എക്സ്പ്ലോർ ചെയ്ത 39 ടെമ്പറേച്ചർ. ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എംബ്രേസിൽ നമുക്ക് അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റേയും ഫുഡും അവരുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എല്ലാം ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്.
അപ്പോൾ ഇങ്ങനൊരു സംവിധാനം അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ചിലർ ഔട്ട്സൈഡൊക്കെ ഹോട്ടലിൽ പേ ചെയ്ത് എന്താണ് താമസം എടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാത്തിനെ പറ്റി അറിയില്ല, എനിക്കറിയാവുന്ന കാര്യമൊന്നും ഷെയർ ചെയ്തോളൂ. ടൈമിംഗ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇപ്പോൾ ലഞ്ച് ടൈം 12 to 4 ആണ് ലഞ്ച് ടൈം. ഇപ്പം 2 മണിയായി. ആ അതെ, എയർപോർട്ടിന് തൊട്ടുണ്ട്. 5 മിനിറ്റ് പോലും ഇല്ല. അത് തന്നെയല്ല, അവർ 11 മണിയാകുമ്പോൾ നമ്മളെ ഉറങ്ങിപ്പോയാൽ വിളിക്കും. വേക്കപ്പ് കോൾ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം 11:30 ആകുമ്പം ചെക്കൗട്ട്. നമുക്ക് 2:30-ക്കാണ് ഫ്ലൈറ്റ്. അമ്മച്ചു വേണം നമുക്ക് ഡീലക്സ് കൊണ്ടുപോകാം. ഇത് അടിപൊളിയാണ്, സഫിഷ്യൻ്റ് ആണ്. ഉറങ്ങിയോണ്ട് ഞാനോർത്ത് നമുക്ക് 2ആയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കും. അവന് ഉറങ്ങിക്കോട്ടെ നോർത്തു. കണ്ടോ നിങ്ങള്? ചെറുക്കൻ എന്നെ ഈ പറയണത്. ആം ആം അപ്പൊ നമ്മള് ഇവിടുന്ന് ജസ്റ്റ് പുറത്തുനിന്ന് പോവാണ്. എല്ലാവരും ജസ്റ്റ് കണ്ടിട്ട് വരാനായിട്ട്. കണ്ണൂർ അല്ലേ? ഇവിടെ എത്ര നാളായി? ഞാൻ 2 വർഷമായി. ഓക്കെ ഓക്കെ. ഇതിന്റെ പാക്കേജ് എങ്ങനെയാണെന്ന് ജസ്റ്റ് പറയാം. ഇത് ജസ്റ്റ് സിറ്റി ടൂർ ആണ്. 2 hours ആണ്. ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത്. പാം, അറ്റ്ലാന്റിസ്, ബ്ലൂ മൗസ്, ബുർജ് അൽ അറബ്, ഷെയ്ഖ് സാദ് റോഡ്, ബുർജ് ഖലീഫ. എമൗണ്ട് വരുന്നത് $35 ആണ്. 130 ദിർഹം. ഓക്കെ, അപ്പം ശരി, താങ്ക് യു. പോവാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി തിരിച്ചേക്ക് വന്നിരുന്നു. പക്ഷെ സമയം താമസിച്ചു. അവർക്കും ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് അവർക്ക് നേരത്തെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് വന്നു കണ്ടു, പക്ഷേ ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ വിഷമമുണ്ട്. നമ്മുടെ ഗേറ്റ് D9 ആണ്. അപ്പോൾ നമുക്ക് മുകളിലാണ് പോകുന്നത്.
അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.